Good morning, dear children. हिमालय की बेटियां नागार्जुन की പ്രസിദ്ധ ലേഖ ഹിമാലയ की बेटियां നാഗാർജുന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ലേഖാണ് ആർട്ടിക്കിളാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫസ്റ്റ് 4 പാരഗ്രാഫ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. All of you take your textbook. ടെക്സ്റ്റ്ബുക്കും നിങ്ങളുടെ നോട്ട്ബുക്കും എടുക്കുക. മീനിങ്സ് അറിയാത്ത നമ്മൾ നോട്ട് ചെയ്യണം. ടെക്സ്റ്റ് വളരെ ശ്രദ്ധയോടുകൂടി പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ അതനുസരിച്ച് തന്നെ നിങ്ങൾക്ക് തന്ന നോട്ട് അനുസരിച്ച് നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കണം. Then next paragraph. जिन्होंने मैदानों में ही इन नदियों को देखा होगा. मैदानों मीन्स ग्राउंड. जिन्होंने मैदानों में ही इन नदियों को देखा होगा उनके ख्याल में शायद ही एक बात आ सकेगी. ख्याल मीन्स थॉट्स, चिंता. शायद मीन्स परहैप्स, ചിലപ്പോൾ एक बात आ सकेगी. बूटे हिमालय. बूटे में हिमालय मीन्स ओल्ड हिमालय. बूटे हिमालय की गोद में, गोद मीन्स गोद में बच्चियां मीन्स चिल्ड्रन बनकर एक ऐसे खेला करती. जिन्होंने मैदानों में ही इन नदियों को देखा होगा. जो लोग इन नदियों को सिर्फ मैदानों में ही देखा है उनके ख्याल में शायद ही एक बात आ सकेगी. बूटे हिमालय की गोद में बच्चियां बनकर एक ऐसे खेला करती. हम सबको मालूम है कि ये सब नदियां हिमालय की बेटियां. ऊंचे हिमालय पर्वत से ये सब नदियां ഉത്ഭവ होती. നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ഹിമാലയത്തിന്റെ ഉയരങ്ങളിൽ നിന്നാണ് ഈ നദികളുടെ എല്ലാം ഉത്ഭവം. ജിൻഹോനെ മൈതാനോ മേ ഹി. ഇപ്പം മൈതാൻ എന്ന് പറഞ്ഞ ഗ്രൗണ്ടിലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്ലെയിൻ ഏരിയയിൽ ഈ നദിയുടെ അവസ്ഥ എന്താണ്? വളരെ വിശാലമായിട്ട് വൈഡ് ആയിട്ട് കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഈ നദിക്കുള്ളത്. അതേസമയം ഹിമാലയത്തിന്റെ കൊടുമുടിയിൽ നിന്ന് വരുന്ന സമയത്ത് എന്താണ്? വളരെ ചെറിയ തോതിൽ വന്ന് വളരെ ഡിസ്റ്റൻസ് ഉള്ള പർവ്വത പ്രദേശങ്ങളിലൂടെ ഒക്കെ ഒഴുകിയാണ് ഈ നദികൾ എന്താണ് ഈ ഇത്രയും വിശാലമായ പ്രദേശത്തേക്ക് എത്തുന്നത്. जिन्होंने मैदानों में ही इन नदियों को देखा होगा उनके ख्याल में शायद ही एक बात आ सकेगी. बूटे हिमालय की गोद में बच्चियां बनकर एक ऐसे खेला करती. അപ്പം വിശാലമായ ഈ പ്രദേശത്ത് ഈ നദിയെ കാണുമ്പോൾ ആളുകൾക്ക് സംശയം തോന്നുകയാണ്, എങ്ങനെയാണ് ഹിമാലയത്തിന്റെ മടിത്തട്ടിൽ കിടന്ന് ഈ ഹിമാലയത്തിന്റെ മക്കള് ആയ ഈ നദികൾ എങ്ങനെയാണ് കളിച്ചതെന്ന് അവര് ചിന്തിക്കുന്നു. माँ बाप की गोद में नंग धड़ंग होकर खेलने वाली इन बालिकाओं का रूप पहाड़ी आदमियों के लिए आदर्श वाली न हो, लेकिन मुझे तो ऐसा लुभावना प्रतीत हुआ वह रूप की हिमालय को ससुर और समुद्र को उसका दामाद कहने में कुछ भी झिझक नहीं होती. माँ बाप की गोद में. माँ बाप मीन्स मदर एंड फादर. गोद मीन्स मडित्तट्ट. नंगा धड़ंग मीन्स नेकेड. होकर खेलने वाली इन बालिकाओं को रूप पहाड़ी मीन्स माउंटेन. आत्मियों मीन्स ह्यूमन. आकर्षक फले न. आकर्षक मीन्स अट्रैक्टिव. माँ बाप की गोद में बम അച്ഛന്റെ അമ്മയുടെയും മടിത്തട്ടില് കളിച്ചു നടക്കുന്ന ബാലികാവും കാ രൂപ് ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഒരു കൊച്ചു പെൺകുട്ടിയുടെ രൂപത്തിലുള്ള ഈ നദികളെ പഹാടി ആത്മീയോ കേലി പർവ്വത പ്രദേശത്തുള്ള ആളുകളെ സംബന്ധിച്ചോളം ആകർഷക ഫലേന ഒരു അട്രാക്റ്റീവ് ആയിരിക്കത്തില്ല ചില സന്ദർഭങ്ങളിൽ. ലേക്കിൻ മുജേ തോ ഏസാ ലുഭാവന പ്രതീത് ഹുവ. ലുഭാവന മീൻസ് ചാമിങ്, അട്രാക്റ്റീവ് തന്നെയാണ്. ലുഭാവന മീൻസ് ചാമിങ്. लेकिन मुझे तो ऐसा लुभावना प्रतीत हुआ वह रूप की हिमालय को ससुर और समुद्र को उसका दामाद कहने में कुछ भी झिझक नहीं होती. वह रूप की हिमालय को, ഹിമാലയത്തിന് എന്താണ് സസുർ. സസുർ എന്താണ്? ഫാദർ ഇൻ ലോ. ഹിമാലയത്തെ ഫാദർ ഇൻ ലോ ആയിട്ടും और समुद्र को, समुद्र എന്താണ്? ओशन. समुद्र को उसका दामाद
कहने में कुछ भी झिझक नहीं होती. ദാമാത് മീൻസ് സൺ ഇൻ ലോ. അപ്പം എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താണ്, ഹിമാലയ പർവ്വതത്തെ ഫാദർ ഇൻ ലോ ആയിട്ടും ഈ ഓഷ്യനെ സമുദ്രത്തെ എന്താണ് സൺ ഇൻ ലോയുമായിട്ടാണ് കാണാനായിട്ട് പോകുന്നത്. കാരണം എന്താണ്, ഹിമാലയ പർവ്വതത്തിൽ നിന്ന് ഉത്ഭവിച്ച ഈ നദികളെല്ലാം എവിടേക്കാണ് പോകുന്നത്, ഇത് പർവ്വത പ്രദേശങ്ങളിൽ നിന്ന് ഒഴുകി ഒഴുകി അത് വളരെ വൈഡ് വിശാലമായിട്ട് എവിടോട്ട് പോകുന്നു, സമുദ്രത്തിലേക്ക് പോകുന്നു. അങ്ങനെ സമുദ്രത്തിൽ എത്തിച്ചേരുന്ന ഈ നദികളിലെ ജലം അത് ആ സമുദ്രത്തെ എന്താണ്, അത് സൺ ഇൻ ലോ ആയിട്ടും അല്ലെങ്കിൽ ആ ഹിമാലയ പർവ്വതത്തെ എന്താണ് ഫാദർ ഇൻ ലോ ആയിട്ട് കാണാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. एक बार और ध्यान से इसका वाचन कीजिए, വളരെ ശ്രദ്ധിച്ചുകൊണ്ട് വായിച്ചേ. जिन्होंने मैदानों में ही इन नदियों को देखा होगा, उनके ख्याल में शायद ही यह बात आ सके कि बूटे हिमालय की गोद में बच्चियां बनकर ये कैसे खेला करती. माँ बाप की गोद में नंग धड़ंग होकर खेलने वाली इन बालिकाओं का रूप पहाड़ी आदमियों के लिए आकर्षक भले न हो, लेकिन मुझे तो ऐसा लुभावना प्रतीत हुआ कि वह रूप की हिमालय को ससुर और समुद्र को उसका दामाद कहने में कुछ भी झिझक नहीं होती. So dear students, last class I give some homework for you. അപ്പം ലാസ്റ്റ് ക്ലാസ്സിൽ കുറച്ച് ഹോംവർക്ക് നിങ്ങൾക്ക് തന്നിരുന്നു. ഒരു പാരഗ്രാഫ് തന്നിട്ട് ആ 2 പാരഗ്രാഫിനകത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിരുന്നു. അത് ക്വസ്റ്റ്യൻസ് ഞാൻ ഓൾറെഡി തന്നു, നിങ്ങൾ അതിന്റെ ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്താനാണ് പറഞ്ഞത്. ആ ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. തന്ന ക്വസ്റ്റ്യന്, ഫസ്റ്റ് ക്വസ്റ്റ്യന്, ലേഖക ക്യോം ഹൈരാൻ, ലേഖക ക്യോം ഹൈരാൻ, എന്തുകൊണ്ടാണ് റൈറ്റർക്ക് ഒരു അത്ഭുതം തോന്നാനുള്ള ഒരു കാരണം എന്താണ് എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നത്. ലേഖക ക്യോം ഹൈരാൻ, അതിന്റെ ആൻസർ ഞാൻ ഇപ്പോൾ വായിക്കാൻ പോവുകയാണ്. ലേഖക ക്യോം ഹൈരാൻ, ആൻസർ ഓൾറെഡി നിങ്ങൾക്ക് ഞാനത് അയച്ചു തരുന്നതായിരിക്കും. നിങ്ങൾ അതിന്റെ ആൻസർ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ആൻസർ നിങ്ങൾക്ക് ഞാൻ അതിന്റെ ഫോട്ടോ ഞാൻ അയച്ചു തരുന്നുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യന്, ലേഖക ക്യോം हैरान था. लेखक हैरान था कि यही दुबली पतली गंगा, यमुना और सतलज समतल मैदानों में उतरकर कैसे विशाल हो जाए. ഇപ്പൊ ലേഖകൻ ഹൈരാൻ താ, ഇപ്പൊ ലേഖകൻ അത്ഭുതം തോന്നാനുള്ള കാരണം എന്താണ്, റൈറ്റർക്ക് അത്ഭുതം തോന്നാനുള്ള കാരണം യഹി ദുബലി പതലി ഗംഗ, ഇത്ര മെലിഞ്ഞ ഗംഗാ നദിയും യമുന നദിയും സത്ലജ് നദിയും സമതൽ മൈതാനോമി ഉത്തർക്കർ, വളരെ വിശാലമായിട്ടുള്ള സമതലമായിട്ടുള്ള പ്ലെയിൻ ഏരിയയിലേക്ക് എത്തുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്ര വൈഡ് ആയിട്ട് കാണപ്പെടുന്നത് എന്നോർത്ത് റൈറ്റർക്ക് അത്ഭുതം തോന്നി. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ. നിങ്ങൾ കുറെ കുട്ടികൾ എനിക്ക് ഹോംവർക്ക് തന്ന വർക്ക് നിങ്ങൾക്ക് തന്നിട്ട് തിരിച്ചയച്ചിട്ടുണ്ട്, പക്ഷെങ്കിൽ തിരിച്ചയക്കാത്ത ഒത്തിരി കുട്ടികളുണ്ട്. അപ്പം ഹോംവർക്ക് കംപ്ലീറ്റ് ആക്കാത്ത ആളുകൾ ഉടൻ തന്നെ അതാ ദിവസം തരുന്ന ഹോംവർക്ക് ആ പിറ്റേ ദിവസത്തിനുള്ളിലായിട്ട് നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾ ഹോംവർക്ക് അയച്ചു തരണം. പേരൻസ് പ്രത്യേകമായിട്ട് അതൊന്ന് ശ്രദ്ധിക്കണം. सेकंड क्वेश्चन, दूर से देखने पर नदियां कैसी लगती है. दूर से देखने पर, दूर मीन्स വെരി ഫാർ, ഒരുപാട് ഡിസ്റ്റൻസ്, വളരെ ദൂരത്തിൽ നോക്കുമ്പോൾ നദികൾ എങ്ങനെയായിരിക്കും ഇരിക്കുന്നത് എന്നാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മൾ തന്നത്. दूर से देखने पर ആൻസർ ആണ്, दूर से देखने पर नदियां बड़ी गंभीर शांत अपने आप में कोई हुई दिखती. വളരെ ദൂരത്തിൽ നോക്കുമ്പോൾ എന്താണ്, നദികൾ എന്താണ്, ബഡി ഗംഭീർ, വളരെ ഗംഭീരമായിട്ടും ശാന്ത് अपने आप में कोई हुई. തേർഡ് ക്വസ്റ്റ്യൻ, സംഭ്രാന്ത മഹിളാക്കി ഭാന്തി കോൺ പ്രതീത് ഹോത്തി, അല്ലെങ്കിൽ ഒരു സംഭ്രാന്ത മകളെ പോലെ ആരാണ് ഇതിനകത്ത് നമുക്ക് അനുഭവപ്പെടുന്നത്. നദിയാ പ്രതീത് ഹോത്തി, അപ്പൊ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഈ നദികളെല്ലാം എന്താണ്, ഒരു സംഭ്രാന്ത മകളെ പോലെ ആണ് ഫീൽ ചെയ്യുന്നത്. അതാണ് നമ്മുടെ മൂന്നാമത്തെ ആൻസർ, നദിയാം പ്രതീത് ഹോത്തി, അല്ലെങ്കിൽ ഹിമാലയ സേ ഉത്ഭവ ഹോനെ വാലി എന്ന് ചേർത്താലും കുഴപ്പമില്ല. സിമ്പിൾ ആയിട്ട് വേണമെങ്കിൽ നദിയാ പ്രതീത് ഹോത്തിയിൽ എഴുതിയാലും മതി, അല്ലെങ്കിൽ ഹിമാലയ സേ ഉത്ഭവ ഹോനെ വാലി നദിയാ പ്രതീത് ഹോത്തി എന്ന് എഴുതിയാലും ആൻസർ ഓക്കെ ആണ്. ഫോർത്ത് വൺ, ഹിമാലയ की बेटियां किसकी रचना. ഹിമാലയ की बेटियां എന്നുള്ള നമ്മുടെ രചന എഴുതിയത് ആരാണ്, നാഗാർജുനാണ് അതിന്റെ ആൻസർ. फिफ्थ क्वेश्चन, लेखक के मन में किसके प्रति आदर और श्रद्धा के भाव.
ലേഖകെ മന്മേ, റൈറ്ററിന്റെ മനസ്സിൽ ആരോടാണ് സ്നേഹവും റെസ്പെക്റ്റും ബഹുമാനവും ഒക്കെ ഉണ്ടായത്? ഹിമാലയ സെ ബഹനെ വാലി നദിയോ കെ, ഇപ്പൊ ഹിമാലയ പർവ്വതത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഈ നദികളോടാണ് സ്നേഹവും ബഹുമാനവും ഒക്കെ നമ്മുടെ റൈറ്ററിന് ഉണ്ടായത്. അപ്പൊ നമ്മള് 5 ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മൾ നിങ്ങളോട് പാസേജ് വായിച്ചിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമായതുകൊണ്ടാണ് ആ ലെവലിൽ നിങ്ങൾക്ക് തന്നത്. ചാപ്റ്റർ നല്ലതുപോലെ വായിക്കണം, കാരണം ചാപ്റ്ററിൽ നമുക്ക് ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സാമിന് ചോദിക്കും. അന്നേരം നമുക്ക് എഴുതണമെങ്കിൽ എന്ത് വേണം? ചാപ്റ്റർ നല്ലപോലെ നമ്മുടെ മനസ്സിൽ വേണം. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് തന്നെ ആ കാര്യങ്ങൾ ചെയ്യുക. ഇനി നിങ്ങൾക്ക് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ പഠിച്ചിരുന്നു. ആ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഓൾറെഡി നമ്മൾ ഹം പഞ്ചി ഉന്മുക്ത് ഗഗൻ കെ എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്ററിലെ 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. പുസ്തകം നിങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാഞ്ഞത്. പക്ഷെങ്കിൽ നമുക്ക് ഇന്ന് തൊട്ട് നിങ്ങൾക്ക് പുസ്തകങ്ങൾ അവൈലബിൾ ആണെന്നാണ് പറഞ്ഞ സ്കൂളില്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഹർ തരഹ കി സുഖ സുവിധായം പാക്കർ ഭി പക്ഷി പിഞ്ചരെ മേ ബന്ദ് ക്യോം നഹി രഹന ചാഹത്തെ, അതായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ തന്നിട്ടുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ പക്ഷി ഉന്മുക്ത് രഹകർ അപ്നി കോൻ കോൻ സി ഇച്ഛായെ പൂരി കർണ ചാഹത്തെ. സെക്കൻഡ് വൺ ആ ആൻസർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നമ്മൾ മൂന്നാമതുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഭാവസ്പഷ്ടകി, അതിനകത്തെ ആശയം നമ്മൾ എഴുതാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ. ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് ഞാൻ ഫോട്ടോ എടുത്ത് അയച്ചു തരുന്നുണ്ട്. ആ ഫോട്ടോ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ആൻസർ നിങ്ങൾ നോക്കി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ രണ്ടും കൂടെ വെച്ച് വേണം ഇത് കമ്പാരിസൺ ചെയ്യാൻ. യാ തോ ക്ഷിതിജ് മിലൻ ബൻ ജാത്ത യാ തൻതി സാസോ കി ഠോരി, അതിന്റെ ആശയമാണ് നമ്മൾ എഴുതുന്നത്. ശ്രദ്ധിച്ചോ. पक्षियों में भी अपनी मंजिल को प्राप्त करने की चाह, പക്ഷിയോ മേ ഭി, പക്ഷി എന്താണ്? പക്ഷിയോ മേ ഭി അപ്നി മൻസിൽ, മൻസിൽ മീൻസ് എന്താണ്? എയിം. പ്രാപ്ത് കർണേക്ക് ചാഹ് ഹോതി, ചാഹ് എന്താണ്? ഡിസയർ, ആഗ്രഹം. അപ്പൊ പക്ഷിയോ മേ, പക്ഷികളിൽ എന്താണ്? തങ്ങളുടെ എയിം അല്ലെങ്കിൽ തങ്ങളുടെ ലക്ഷ്യത്തിൽ എത്താനായിട്ടുള്ള ഒരു എയിം ആർക്കുണ്ട്? പക്ഷികൾ, അതിനുള്ള ഒരു ആഗ്രഹങ്ങളുണ്ട്. ഉൻകി മൻസിൽ ആസ്മാൻ കി സീമ ചൂനേക്ക്, അപ്പൊ എന്താണ്? നമ്മുടെ ആ സീമ എന്താണ്? ബോർഡർ. അപ്പം ഓരോ പക്ഷിയുടെയും എയിം എന്താണ്? ടച്ച് ദ ബോർഡർ ഓഫ് സ്കൈ. അപ്പം ആകാശത്തിന്റെ ആ ബോർഡർ ഒന്ന് ടച്ച് ചെയ്യണമെന്നാണ് ഓരോ പക്ഷിയുടെയും എന്താണ് അവരുടെ ഉള്ളിലെ ഒരു എയിം എന്ന് പറയുന്നത്. കൈ ബാർവേ ആസ്മാൻ കി സീമ കോ ഛൂ ലേത്തെ, സോ ലോട്ട് ഓഫ് ടൈം ഓൾമോസ്റ്റ് ബേർഡ്സ് ടച്ച് ദ ബോർഡർ ഓഫ് സ്കൈ. അപ്പം ഒരുപാട് പ്രാവശ്യം എന്താണ്? ഒരുപാട് പ്രാവശ്യം ഈ പക്ഷികൾ ആകാശത്തിന്റെ ഈ ബോർഡർ ടച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ജിസ്സെ ഉസ്കാ ആസ്മാൻ സെ മിലനെ കി ചാഹ് പൂരി ഹോ ജാതി. അപ്പം ആകാശവുമായിട്ട് അല്ലെങ്കിൽ അതിനുമായിട്ട് ഒരു കൂട്ടിമുട്ടാനായിട്ടുള്ള ഈ പക്ഷിയുടെ ഒരു ആഗ്രഹം, അങ്ങനെ എന്താണ്? ആ ഒരു ഡിസയർ അവിടെ സാറ്റിസ്ഫൈ ആവുകയാണ്. ഓർ കൈ ബാർ വേ ആസ്മാൻ കി സീമാ കോ ഛൂ നഹി പാത്തെ, സോ ലോട്ട് ഓഫ് ടൈം ലോട്ട് ഓഫ് ബേർഡ്സ് ആർ അൺഎബിൾ ടു ടച്ച് ദ ബോർഡർ ഓഫ് സ്കൈ. ഒരുപാട് പ്രാവശ്യം എന്താണ്? ആകാശത്തിന്റെ ഈ ഒരു ബോർഡർ ടച്ച് ചെയ്യാനായിട്ട് അൺഎബിൾ, അവർക്ക് പലപ്പോഴും സാധിക്കാതെ വരും. ജിസ്സെ ഉസ്കി ഇച്ഛ അധൂരി രഹ് ജാതി, അങ്ങനെ അവരെ ആ ഡിസയർ എന്താണ്? അത് ഒരു സക്സസ് ആകാതെ പോകുന്ന സിറ്റുവേഷൻ. വേ അധൂരി ഇച്ഛാ കോ ലിയേ ഈ സംസാരത്തെ ചലേ ജാതി, അധൂരി ഇച്ഛാ കെ ലിയേ. അപ്പം ഈ നടക്കാത്ത ഈ ഒരു ആഗ്രഹവുമായിട്ട് ഒരുപാട് പക്ഷികൾ എന്താണ്? ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ട് പോകുന്നു. യാ തോ ക്ഷിതിജ് മിലൻ ബൻ ജാത്ത യാ തൻതി സാസോ കി ഠോരി എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ആകാശത്തിന്റെ ആ ഒരു അതിർത്തിയിലേക്ക് ടച്ച് ചെയ്യാനായിട്ട് സാധിക്കും, യാ തൻതി സാസോ കി, അല്ലെങ്കിൽ എന്താണ്? ഈ കൂട്ടി ചേരലിനോടൊപ്പം അല്ലെങ്കിൽ ഈ ഒരു കണ്ടുമുട്ടലിന് വേണ്ടി ഈ പക്ഷികളുടെ എന്താണ്? ശ്വാസം തന്നെ നിലച്ചു പോകും. അതാണ് നമ്മുടെ ഇതിന്റെ ആശയം. ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചോ. പക്ഷിയോ മേ ഭി അപ്നി മൻസിൽ കോ പ്രാപ്ത് കർണേ കി ചാഹ് ഹോതി, ഉൻകി മൻസിൽ ആസ്മാൻ കി സീമാ കോ ഛൂനെ की, कई बार वे आसमान की सीमा को छू लेते जिससे उसका आसमान से मिलने की चाह पूरी हो जाती, और कई बार वे आसमान की सीमा को छू नहीं पाते जिससे उसकी इच्छा अधूरी रह जाती, वे अधूरी इच्छा को लिए इस संसार से चले जाते. അപ്പം പക്ഷിയുടെ ഏറ്റവും വലിയ എയിം എന്താണ്? ആകാശത്തിന്റെ അതിർത്തിയിൽ അല്ലെങ്കിൽ അതിർവരമ്പുകള് സ്പർശിക്കുക എന്നുള്ളതാണ് ഒരു പക്ഷിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം. പല പ്രാവശ്യം എന്താണ് ഈ പക്ഷി ആകാശത്തിന്റെ അതിർവരമ്പുകളിൽ അത് സ്പർശിക്കാനായിട്ട് സാധിക്കുന്നു. പക്ഷെ ചിലപ്പോഴൊക്കെ എന്താണ്? സ്പർശിക്കാത്ത ഒരുപാട് അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്.
അപ്പം ചില സമയങ്ങളിൽ ഇങ്ങനെ ആകാശത്തിന്റെ ആ ഒരു അതിർത്തി തൊടാതെ ഈ പക്ഷികൾ എന്താണ് അവരുടെ മനസ്സിലെ ആഗ്രഹം സാധിക്കാതെ തന്നെ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടുന്ന അവസ്ഥയും. മനസ്സിലായല്ലോ? ആശയം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. 2 or 3 times to read this answer. ഇപ്പൊ 2 or 3 തവണ നിങ്ങൾ ഈ ആൻസർ എഴുതണം. അപ്പൊ നിങ്ങൾക്ക് തരുന്ന ഹോംവർക്ക്, ഇന്നത്തെ ഒരു ഹോംവർക്ക് എന്ന് പറയുന്നത്, आज मैंने भाव स्पष्ट कीजिए ये प्रश्न दिया था. അപ്പം ഭാവ സ്പഷ്ട കീജിയെ എന്ന് പറയുന്ന പ്രശ്നം ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ തന്നത്. അതിന്റെ ആൻസറും ക്വസ്റ്റ്യൻ ഒരു തവണയും ആൻസർ 3 തവണയും എഴുതി. Write 3 times in this answer. You study, right, and send to my WhatsApp number. അപ്പം നിങ്ങൾ ഇതിന്റെ ആൻസർ കൃത്യമായിട്ട് എഴുതി 3 തവണ ഇത് കൃത്യമായിട്ട് ഈ ആൻസർ എഴുതി എന്ത് ചെയ്യണം? അതിന്റെ ഒരു ഫോട്ടോ എടുത്ത് വാട്സപ്പിൽ അയക്കണം. ഇപ്പൊ ലാസ്റ്റ് ക്ലാസ്സിലൊക്കെ ഹോംവർക്ക് ചെയ്യാത്ത അല്ലെങ്കിൽ തരുന്ന വർക്കുകൾ ചെയ്യാത്ത ഒത്തിരി കുട്ടികളുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ കഴിഞ്ഞ 2-3 ക്ലാസ്സുകളൊക്കെ നിങ്ങളെ ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ടില്ല. നമുക്കറിയാം അധ്യാപകരും കുട്ടികളും ഒരുമിച്ച് നിന്നെങ്കിൽ മാത്രമേ നമുക്കിത് സക്സസ് ആക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് തരുന്ന വർക്കുകൾ വളരെ കുറച്ച് ചെറിയ വർക്കുകളല്ലേ നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അത് കൃത്യമായി പഠിച്ച് സെൻഡ് ചെയ്യണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ഹോംവർക്ക് ചെയ്യാത്ത ഒത്തിരി പേർ ലിസ്റ്റ് എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ എല്ലാവരും ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളും തരുന്ന വർക്കുകൾ സെൻഡ് ചെയ്യണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. സോ താങ്ക് യു സ്റ്റുഡൻസ്.